ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഇവിടെ ഉണ്ട് എന്നതിന് ഒരു കൂവലും, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് താഴെയിട്ട ഒരു തൂവലും, ഇനിയുമുണ്ടാകുമെന്നതിന് അടയിരുന്നതിൻ്റെ ചൂടുമാണ് കോന്തലക്കിസകൾ. ഒരാൾ അയാളുടെ ഓർമ്മകൾ എഴുതിയത്, അയാളുടെ ഓർമ്മകളാണ്. അത് എഴുതിയിട്ട് ഇങ്ങനെ വായിച്ച് കണ്ണ് നിറഞ്ഞത് ഒരേ ഒരു പ്രാവശ്യമാണ്. അത് യു.എ. ഖാദർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എഴുതിയ ഒരനുഭവമുണ്ട്. അത് വായിച്ചപ്പോഴാണ് ശരിക്കും കണ്ണ് നിറഞ്ഞ് കരഞ്ഞത്. അത് വായിച്ചപ്പോഴായിരുന്നു. അങ്ങനെ ഒരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. അത് പണ്ട് മൾബറി എന്നൊരു പ്രസാധകരുണ്ടായിരുന്നു. അവരിറക്കിയ ഓർമ്മ എന്നൊരു പുസ്തകം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ എഴുത്തുകാരുടെ ഓർമ്മകൾ മാത്രമല്ല. മേഡം വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഓർമ്മ അതിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ യു.എ. ഖാദർ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമുണ്ട്. വേറൊരു രാജ്യത്താണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം. അതിങ്ങനെ വായിച്ചപ്പോൾ ശരിക്കും കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാളുടെ ഓർമ്മകളിലൂടെ കടന്നു പോയപ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് വായിക്കാൻ കഴിയാതെ ഇങ്ങനെ പ്രയാസപ്പെട്ടത് ഈ പുസ്തകത്തിൽ സ്കൂളിൽ നിന്ന് മാഷ് അവസാനമായി ചോദിച്ച ആ ചോദ്യം കേട്ടപ്പോഴാണ്. പോയിട്ട് മരിച്ചുകൂടെ എന്ന് ഒരു ചെറിയ മോളോട് പോയിട്ട് മരിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മാഷിനുള്ള മറുപടിയാണ് ആമിന പാറക്കൽ എഴുതി വച്ചിരിക്കുന്ന ഈ പുസ്തകം. ഭൂതകാലത്തിന് നമ്മൾ കൊടുക്കുന്ന ചില മറുപടികളുണ്ട്. അങ്ങനെ ചില മറുപടികൾ കൊടുക്കാനാണ് പിന്നീടുള്ള വരാനിരിക്കുന്ന കാലം പടച്ചോൻ നമുക്ക് തരുന്നത്. അല്ലാതെ ആ മുറിവുകളിൽ വീണു പോകാനല്ല, അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ്. ഓർമ്മകൾക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൽ മധുമാഷ് എന്ന ഒരാൾ കോഴിക്കോട്ടെ ഒരു നാടക പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഓർമ്മകളെക്കുറിച്ച് എഴുതിയൊരു ചെറിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ തുടക്കം നല്ല ഭംഗിയുണ്ട്. അദ്ദേഹം പറയാ, ഓർമ്മകൾക്ക് കയ്പാണ്, പക്ഷേ കാഞ്ഞിരത്തിൻ്റെ കയ്പല്ല, കയ്പക്കയുടെ കയ്പാണ്. കുറച്ച് ഉള്ളിയും കുറച്ച് മുളകും കുറച്ച് കടുകും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മധുരോദാരമാക്കി മാറ്റാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയണത്. കയ്പുള്ള ചില ഓർമ്മകളെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഒരു ഉപ്പേരിയാക്കി ഒരു വിഭവസമൃദ്ധമായ അനുഭവമാക്കി മാറ്റുക എന്നുള്ളത് എഴുത്തിൻ്റെ കൗശലമുള്ള മനുഷ്യർക്ക് സാധിക്കുന്ന ഒന്നാണ്. വൈലോപ്പിള്ളി എന്ന വലിയൊരു കവി ഉണ്ടായിരുന്നു മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാനുള്ളത് 1-2 നിമിഷങ്ങളാണ്, ഓർക്കാനുള്ളത് 1-2 മുഖങ്ങളാണ്. മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം. അപ്പം നമ്മൾ അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പായാൽ, ഇപ്പം ഞാനറിയാണ് ഞാൻ അടുത്ത നിമിഷം ഇവിടുന്ന് പോവുകയാണ്, അങ്ങനെ പോവുകയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്ന നിമിഷം എൻ്റെ മനസ്സിലേക്ക് എന്താണ് വരിക? 2 കാര്യങ്ങളെ വരൂ. ഒന്ന് കുറച്ച് മുഖങ്ങൾ, ഒന്ന് കുറച്ച് നിമിഷങ്ങൾ. കഴിഞ്ഞു.
ഈ പുസ്തകം നിങ്ങളെടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കൂ. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. മർത്യായുസിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ എം.എൻ. കാരശ്ശേരി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു? അന്ന് ബഷീറിന് 70 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ചോദിക്കുന്നത്. അത്രയും കാലം ആയുസ്സിലൂടെ കടന്നുപോയൊരു മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്, വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ്, വലിയ മഹാഗ്രന്ഥങ്ങൾ പോലെയുള്ള കട്ടിയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്, ഒക്കെയുള്ള ആളാണ്. പക്ഷേ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞത് എന്താണെന്നറിയോ? ബഷീറിന് ആകെ ഒരു മകനേ ഉള്ളൂ, അനീസ്. പിന്നെ ഒരു മോളുണ്ട്, ഷാഹിന. ഈ അനീസ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനീസിന് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം കിട്ടാതാകുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം കരഞ്ഞ് കരഞ്ഞ് കുട്ടിക്ക് ശ്വാസം കിട്ടാതായി, ശ്വാസം ഇല്ലാതായി. കുട്ടിയെ എടുത്തിട്ട് ബഷീർ ഓടുകയാണ്. ഒന്നുകിൽ ഒരു വാഹനം കിട്ടാൻ വേണ്ടിയിട്ട് ഓടുകയാണ്, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്താൻ വേണ്ടി ഓടുകയാണ്. ആ ഓട്ടം ഒരു പാതിരാക്കുള്ള ഓട്ടമായിരുന്നു. കുറേ സമയം കഴിഞ്ഞു, വാഹനം കിട്ടുന്നില്ല, എവിടെയും എത്തുന്നില്ല, കുട്ടിക്ക് ശ്വാസവുമില്ല. ബഷീർ പറയാ, ഞാൻ ഉറപ്പിച്ചു എൻ്റെ കുട്ടി മരിച്ചു, എൻ്റെ കുട്ടി മരിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു. വിങ്ങുന്ന മനസ്സുമായി പിന്നെയും ഞാൻ വേച്ചു ഓടുകയാണ്. ആ സമയത്ത് എവിടെയോ ഒരു കല്ലിൽ തട്ടി ഞാൻ വീഴാൻ പോയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുട്ടി ഇങ്ങനെ തുള്ളിയിട്ട് എൻ്റെ കയ്യിലേക്ക് എന്നെ വന്നു വീണു. എൻ്റെ കുട്ടി കരഞ്ഞു. ആ നിമിഷം, എടാ, ആ നിമിഷം 72 കൊല്ലത്തെ ഒരായുഷ്കാലം മുഴുവനും ഒരു പാതിരാത്രിയിലെ കുഞ്ഞിൻ്റെ കരച്ചിലിലേക്ക് ഇങ്ങനെ വന്നു നിന്നിട്ട് ബഷീർ പറഞ്ഞു, ആ നിമിഷം. മർത്യായുസിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം. അനിത പ്രതാപ് എന്ന ഒരു എഴുത്തുകാരിയുണ്ട്. എഴുത്തുകാരിയല്ല, സാധാരണ സത്യത്തിൽ അവർ ജേർണലിസ്റ്റാണ്. അവരുടെ ഒരു ആത്മകഥയുണ്ട്, ഗംഭീരമായിട്ടുള്ളൊരു ആത്മകഥയാണ്. ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് അതിൻ്റെ പേര്. ചോര ചിന്തിയ ദ്വീപ് എന്നുള്ള പേരിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ അനിത പ്രതാപ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധയായ പത്രപ്രവർത്തകയാണ്. പുലി പ്രഭാകരനെ അയാളുടെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകയാണ്. പ്രധാനമന്ത്രി വരെ പദവിയിലുള്ള ആളുകളുമായിട്ട് അത്രയും അടുപ്പമുള്ള ഒരു പത്രപ്രവർത്തകയാണ്. അവർ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്നെ പ്രസിദ്ധയാക്കിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയില്ല. ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയില്ല. ഏതൊരമ്മയെയും പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേട്ട നിമിഷമാണ് എൻ്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം. 46-47 വയസ്സ് കാലം മുഴുവനും ജീവിച്ച ഒരായുസ്സിനെ ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അനിത പ്രതാപ് പറയാ, ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം. മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനരാ ദുഃഖവും എന്ന് വിജയലക്ഷ്മി എന്ന മലയാളത്തിലൊരു കവയിത്രി പറയുന്നുണ്ട്. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും. ഓർമ്മകൾ മരിക്കൂല. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും. ഓർമ്മകൾക്ക് വയസ്സാവില്ല. ജരാനരാ ദുഃഖവും. ഓർമ്മകൾക്ക് പ്രായം കൂടെയില്ല.
ഈ പുസ്തകം നിറയെ ഓർമ്മകളാണ്. ഈ പുസ്തകത്തിൽ അവരെന്നെ പറയുന്നുണ്ട് ഒരു വാക്ക്, പേന കൊണ്ട് കടലാസിൽ എഴുതുന്നത്. ഇത് മുഴുവനും കവിതയാണ്. ഈ പാരഗ്രാഫ് മുഴുവനും കവിതയാണ്, പോയട്രിയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: പേന കൊണ്ട് കടലാസിൽ എഴുതുന്നത് മണ്ണിൽ കിളക്കുന്നത് പോലെയാണ്. ഇത് കവിതയാണ്. പേന കൊണ്ട് കടലാസിൽ എഴുതുന്നത് മണ്ണിൽ കിളക്കുന്നത് പോലെയാണ്. ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപൊട്ടി വരും. അമൂല്യമായ നിധികൾ പലതും കണ്ടെത്താൻ സഹായിക്കും. പെന്നും കടലാസും തമ്മിൽ കാണുമ്പോൾ അക്ഷരങ്ങൾക്ക് വേര് പിടിക്കും. കവിതയാണത്. അക്ഷരങ്ങൾക്ക് വേര് പിടിക്കും. പുതിയ ആശയങ്ങൾ മുളപൊട്ടും. അറിവും ഭാവനയും ചേർന്ന പൂക്കളും കായ്കളും നിറയും. അതിൻ്റെ മണവും മധുരവും ആകമാനം പരക്കും. അറ്റമില്ലാത്ത കാലം അവ ബാക്കി നിൽക്കും. കലമും കിതാബും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ആരംഭ വചനങ്ങളാണല്ലോ, അതിരുകളില്ലാത്ത അതിർപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത്. അത് നിറച്ചും കവിതയാണ്. നെരൂദ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിൻ്റെ നാട് ചിലി ആയിരുന്നു. ചിലി ഒരു വിപ്ലവ കവിയായിരുന്നു കേട്ടോ. വിപ്ലവ കവി ആയതുകൊണ്ട് ചിലിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം കുറച്ചു കാലം ജീവിക്കുന്നത് ഇറ്റലിയിലെ ഒരു ചെറിയ ദ്വീപിലാണ്. അപ്പോൾ അദ്ദേഹം ഇറ്റലിയിൽ താമസം തുടങ്ങിയതോടെ അദ്ദേഹത്തിനുള്ള കത്തുകളും സമ്മാനങ്ങളും ഒക്കെ ഇറ്റലിയിലെ ആ ചെറിയ ദ്വീപിലെ പോസ്റ്റ് ഓഫീസിൽ വന്ന് നിറയാൻ തുടങ്ങി. അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി മാത്രം പുതിയ ഒരു ആളെ ചുമതലപ്പെടുത്തി. ഒരു മീൻപിടുത്തക്കാരനാണ് അയാൾ. ജീവിതത്തിൽ ഇതുവരെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല. അയാൾക്ക് നെരൂദ ആരാണെന്ന് അറിയില്ല. നെരൂദ എന്ന് പറഞ്ഞാൽ അന്നേ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ ഇയാൾക്ക് അതൊന്നും അറിയില്ല. ഇദ്ദേഹം എല്ലാ ദിവസവും ആ കുന്നിൻ്റെ മുകളിലുള്ള നെരൂദ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് കത്തുകളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കും. ഒരു ദിവസം പോസ്റ്റ് മാസ്റ്ററോട് ഇദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ നെരൂദ? ആ മനുഷ്യൻ ആരാണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, നിനക്കറിയില്ലേ, വലിയ എഴുത്തുകാരനാണ്, കവിയാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരയക്കുന്ന കത്തുകളും സമ്മാനങ്ങളുമാണ് പറഞ്ഞു. അയാളുടെ കവിതകൾ എവിടെയാണ് വായിക്കാൻ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വായനശാലയിൽ ഉണ്ടാവും, പോയിട്ട് വായിച്ചോ. ഇയാൾ നേരെ വായനശാലയിൽ പോയിട്ട് നെരൂദയുടെ കവിതകൾ എടുത്ത് വായിച്ചു. കുറച്ചൊക്കെ മനസ്സിലായി, ചിലതൊന്നും മനസ്സിലായില്ല. ഒരു ദിവസം നെരൂദയോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കവിതകളിൽ എപ്പോഴും കുറേ ഉപമകൾ കാണാമല്ലോ, മെറ്റാഫർ എന്നൊരു വാക്കുണ്ടല്ലോ, എന്താണ് ഈ മെറ്റാഫർ എന്ന് ചോദിച്ചു. മെറ്റാഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഭംഗിയായി പറയാൻ ഉപയോഗിക്കുന്ന രീതി, അത്രയേ ഉള്ളൂ അല്ലേ. പൂവ് എന്ന് പറഞ്ഞാൽ സാഹിത്യമല്ല, പുഞ്ചിരിക്കുന്ന പൂവ് എന്ന് പറഞ്ഞാൽ സാഹിത്യമായി. ഒരു കാര്യം പറയാൻ ഒരാൾ പല രീതി ഉപയോഗിക്കും. ഇതിനൊക്കെ മെറ്റാഫർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇദ്ദേഹം നെരൂദയോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളുടെ കവിതകളിലുള്ള മെറ്റാഫർ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. നെരൂദ പറഞ്ഞുകൊടുക്കാവുന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. എന്തായാലും ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. ഒരു ദിവസം ദ്വീപാണല്ലോ, കടലിൻ്റെ കരയിൽ ഇങ്ങനെ നെരൂദയും ഇദ്ദേഹവും ഇരിക്കുക. അപ്പം നെരൂദ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പുതിയതായി എഴുതിയൊരു കവിതയുണ്ട്, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ആ കവിത നിങ്ങൾക്ക് കേൾക്കണോ എന്ന് ചോദിച്ചു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കവിയുടെ കവിത ആദ്യമായി കേൾക്കാനുള്ള അവസരമാണ്. ഇദ്ദേഹം പറഞ്ഞു കേൾക്കണമെന്ന്. അപ്പൊ നെരൂദ
നെരൂദ ഇദ്ദേഹത്തിൻ്റെ കവിത കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരുന്നു. നെരുദയുടെ കവിത കേൾക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ കാതോർത്തിരുന്നു. നെരുദയുടെ ശബ്ദം ഇങ്ങനെ ഗാംഭീര്യമുള്ള ശബ്ദമാണ്, വശീകരിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിൽ നെരൂദ ഇയാൾക്ക് കവിത ചൊല്ലിക്കൊടുത്തു. ആദ്യമായി ഒരാൾ ആ കവിത കേൾക്കണ്. ആ കവിത മുഴുവനും ഇയാൾ ഇങ്ങനെ കേട്ടിരുന്നു. കേട്ട് കഴിഞ്ഞ ശേഷം നെരൂദ ഇദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ കവിത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊക്കെ ചോദിച്ചു. ഇയാളൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നെരൂദ ചോദിച്ചു, എന്താ ഒന്നും പറയാത്ത? എൻ്റെ കവിത ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഇയാൾ പറഞ്ഞതെന്താണെന്നറിയോ? ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ കവിത കേട്ടപ്പോൾ ഞാൻ തിരമാലയുടെ ഇടയിൽ പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി. തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി. അപ്പം നെരൂദ ചോദിച്ചു, എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. ഇയാൾ ഒന്നുകൂടെ പറഞ്ഞു, തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയ മത്സ്യക്കുഞ്ഞിനെ പോലെയായി. നെരൂദ പറഞ്ഞു, ഇത് കവിതയാണ്, നിങ്ങളുടെ ഉള്ളിൽ കവിത ഉണ്ട്, നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. അയാൾ എഴുതാൻ തുടങ്ങി.